ഇത് കണ്ടിട്ട് നമ്മളെ പ്രോഗ്രാം എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ? എന്നാ അതൊന്ന് പറഞ്ഞിട്ട് ബാക്കി കാണിട്ടോ. ഫുഡെത്തിയോ? ഇപ്പൊ എത്തി പോയിക്കോളി കേട്ടോ. നിങ്ങൾ പോയിട്ട് കാക്കിനെ കൊണ്ടുവരും. നിങ്ങൾ ഇറങ്ങിയിട്ട് കയറുന്നേ. ഓക്കെ ഓലൊക്കെ ഭക്ഷണം എടുത്തേക്കാണ്. നിങ്ങൾ എപ്പോഴാണ് വന്നേ? സുന്ദരി ഞാൻ പണ്ടേ സുന്ദരിയല്ലേ. ഫുഡ് വന്നോ ഞങ്ങൾ വന്നോ ഒരുമിച്ചിരുന്നു. അപ്പോൾ അതിന് വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് മുട്ടിയത് ഇതാ ജ്യൂസിറ്റി വന്നിട്ടുണ്ട്. സംസാരിച്ച് ഇന്ന് വന്ന കാര്യം മറന്നു. നമ്മൾ ചെക്കനെ കാണണ്ടേ. മൂപ്പരിങ്ങനെ ഷോക്ക് അടിച്ച് കിടക്കുമ്പോൾ തന്നെ കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. യെസ്, ഇന്ന് സാധുട്ടിൻ്റെ സുന്നത്തെ കല്യാണമാണ്. ഒരുപാടുണ്ടല്ലോ. ടേബിൾ ഉണ്ടോ? നടക്കൂടി കാണിച്ചോണ്ടി നടക്കി. ഒരുപാട് മിഠായികളൊക്കെ ഉണ്ടോ? മുട്ടിയത്തനോട് സംസാരിച്ച് അകത്തോട്ട് വന്നതുകൊണ്ട് തന്നെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഐറ്റംസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നെസും ഫിനിക്കുട്ടിയും കാണിച്ചു തന്നപ്പോഴാണ് ഇങ്ങനെ സംഭവമൊക്കെ ഉള്ളതാണ്. ഇത് നോക്കിയില്ല, ഞാൻ എടുത്ത് കഴിച്ചു. മൂപ്പർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെറിയ പരിഭ്രമൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ എല്ലാ സർവീസിനും ദീദിമാർ ഇതാ ചുറ്റോറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും എത്തിയിട്ടോ. അമ്മായിമാരൊക്കെ ഇതാ റിങ് ഇട്ടെടുക്കേണ്ടത് കുഞ്ഞമ്മായിയാണ്, ഇത് വലിയമ്മായിയാണ്. ഹലോ നോക്കട്ടെ അങ്ങനെ ഒരു ഉച്ചരായപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടോ. അടിപൊളി ഫുഡ് ചെയ്ത് വേറെ ലെവല്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ മയങ്ങിയിരിക്കുമ്പോഴാണ് നമ്മളെ മക്കൾസ് അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ പരിപാടി നാരങ്ങാ സോഡ. ഫുഡും കഴിച്ച് നാരങ്ങാ സോഡയും കുടിച്ച് ഞങ്ങളിതാ നേരെ പോവാണ് സൂമി മോളെ കാതുകുത്ത് കല്യാണത്തിന്. ഞങ്ങൾ കട്ട് വെയിറ്റിംഗാണ്. ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായത്. ഇതാ ഓരോ വണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഞങ്ങൾ മലപ്പുറത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാതുകുത്തൽ അമ്മൂമ്മമാരുടെ ഡ്യൂട്ടിയാണ്. മോനൂസ് അത് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് കേട്ടോ. ഓളെ എടുത്തുകൊണ്ടുള്ള എൻട്രി കണ്ടാൽ തന്നെ ചുന്തൂരി ആയിക്കാണ്. ചുന്തൂരി എന്തിനാ വന്നേണ്? കാതുകുത്തി വീഡിയോ അധികം കട്ട് ചെയ്തിട്ടില്ല, കുറച്ചധികം സമയമുണ്ട്. അതിൻ്റെ സൂമി മോക്ക് ഫ്യൂച്ചറിൽ ഫുള്ളി ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. യാമിമോൾ നല്ല ഉറക്കത്തിലാണ്, ഉറങ്ങി കുഴഞ്ഞാണ്. യാമിമോളെയും പിടിച്ചോണ്ട് ഇതാ പപ്പ ഫസ്റ്റ് കയറി പിന്നാലെ ഇതാക്കണം. എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. സൂമിക്ക് ഇതെന്താണെന്നും അറിയില്ലല്ലോ. നല്ല എക്സൈറ്റഡ് ആണ്. ഇതെന്തോ അവക്കുള്ളൊരു പ്രോഗ്രാമാണെന്ന് നോക്കറിയാം, പക്ഷേ വേദനിക്കുന്ന പരിപാടിയൊന്നും ഓൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. അത് മോനൂസ് ഇതാ ഓളെ റെഡിയാക്കി സുന്ദരിയാക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് കാത് കുത്തുന്ന ആൾ. ചെയറൊക്കെ റെഡിയാക്കി അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പപ്പി മോളും എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ആദ്യം 2 ചെവി നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനുശേഷം പേന വെച്ച് മാർക്ക് ചെയ്യാണ്. കമ്മൽ വേണോ? വാങ്ങിച്ചത്. എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനോ ഒക്കെ യാമിമോളുണ്ട്. കാതുകുത്ത് കണ്ടപ്പോൾ യാമിമോൾക്കും ആഗ്രഹം വന്നിന്. ഈ പേനോണ്ട് മാർക്ക് ചെയ്യുന്നതാണ് കാതുകുത്തലെന്ന് വിചാരിച്ചിട്ടാണ് മുപ്പത്തിയേഴ് ഇങ്ങനെ നല്ല വാവ് ആയിട്ട് ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ എന്താവും നമുക്ക് നോക്കാട്ടോ. സൂമി പൊന്നൂസിന്റെ കമ്പിലൊക്കെ അടിപൊളി അടിപൊളി അടിപൊളി. സുന്ദരി 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 അടിപൊളി അടിപൊളി. കഴിഞ്ഞു കഴിഞ്ഞു. കൈ പിടിച്ചാളെ കൈ പിടിച്ചാളെ. ഫസ്റ്റ് കാത് കുത്തിക്ക് എന്താ ചെയ്തെന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ട് മറ്റേ കാതാണ് പൊത്തി പിടിച്ചു. കുത്തിയത് ഏതായാലും കുത്തി, ഇനി മറ്റീമ കുത്തണ്ടല്ലോ, അതാ കൊത്തി പിടിച്ച പാടാണ്.
കഴിഞ്ഞിക്കണേ ലാസ്റ്റ് അല്ല പേന വെച്ച് വരക്കണേ. കമ്മല് വേണ്ട, കമ്മൽ വേണ്ട കേട്ടോ. അത് വേണ്ട വേണ്ടട്ടോ, അത് വേണ്ട കാക്ക. അത് വേണ്ട സൂമിക്ക്, അത് വേണ്ട. പേന മതി, പേന. ആ സോഫയിൽ ഇരിക്കാനാണ് ഒരു അവകാശം ഉമ്മാക്ക്, ഒരു അവകാശം ഉപ്പാക്കാണ്. കഴിഞ്ഞിട്ട് യാമിക്ക് ആക്കണം. യാമിക്ക് ഇറങ്ങി ഓടുവോ? ഓടാൻ മൂപ്പര് കാണുമ്പോ ഓടാൻ. പ്രശ്നല്ലേ കഴിഞ്ഞിക്കണേ. ഇതുകൊണ്ടാണ് ആക്കണത്, പേനോണ്ടാണ്. അയ്യേ പറ്റിച്ച്. ചെറിയ മാർക്ക് മതിയാ, ചെറിയ മാർക്ക് മതിയാ. നോക്ക് കണ്ണാടി നോക്ക്. ഇഷ്ടായോ കമൽ? നോക്കട്ടെ. ഇഷ്ടായി? ചിരിക്ക്. യാമി മോള് വാവാട്ടി ഒങ്ങിക്കണ്. കാതുകുത്ത് കഴിഞ്ഞതിന്റെ ക്ഷീണം മാറാൻ വേണ്ടി അടുത്തുള്ളൊരു കൂൾബാർ കയറി ചായ കോഫിയൊക്കെ ആവാലോ. യാമി മോള് ഉണർന്നിട്ടുണ്ട് കേട്ടോ. യാമി മോൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. നല്ല ഉറക്കല്ലേന്ന് ഉറങ്ങി കഴിഞ്ഞ് നിൽക്കുകയാണ്. നാട്ടുവർത്താനം പറഞ്ഞിരുന്ന് അവിടെ കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പരിപാടി ഇതോടുകൂടി അവസാനിക്കുന്നില്ല, ഇവിടെ ആരംഭിക്കുകയാണ്. രണ്ടാളെയും നന്നായിട്ടൊന്ന് വേദനാക്കി. അതിനുശേഷം രാത്രിയാണ് നമ്മളെ കലാപരിപാടികൾ. കാതുകുത്ത് കഴിഞ്ഞ് ചെല്ലണം നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടാവും വീട്ടുകാർ. അപ്പോൾ അവർക്കും വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ടീമായി പിരിഞ്ഞു കേട്ടോ. ഞങ്ങൾ നേരെ പോയത് ജാദു സൂമിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഗിഫ്റ്റും പാക്ക് ചെയ്ത് ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എങ്ങോട്ടാണ് മുങ്ങിയതെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ഫോൺ വിളിച്ച് ചോദിക്കണ്ടായിരുന്നു. ഞങ്ങൾ ദാപ്പ് വരണു എന്ന് പറഞ്ഞു പോയതാണ്. ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ കാലിൽ നടത്താണ് ശരിക്കും കാണാൻ പറ്റുന്നത് അല്ലേ, നൊണ്ടി നടക്കുന്നുണ്ട്. എനിവേ അൽഹംദുലില്ലാ ഒരു 90% ഓക്കെ ആയിട്ടുണ്ട്. ഒരു സൈഡിൽ സാനുട്ടി ഇതാ ഡെക്കോർ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കൂടെ ബാബുവാക്കിയും ഇഷമോളും നെസും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഡെക്കോറിലും താല്പര്യമില്ലാത്തപോലെ അവിടെ ഇരുന്ന് ഏതോ നല്ല മൂവി കാണുന്നുണ്ട്. അപ്പോൾ ഫൈനലി ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരെ താഴേക്ക് കൊണ്ടുപോവാണ്. നമ്മൾ ഫംഗ്ഷൻ്റെ സമയമായി. കേക്ക് ഐറ്റംസ് കഴിച്ചാൽ മക്കൾസ് ഫുഡ് കഴിക്കില്ല എന്നുള്ള ഉമ്മമാരെ പ്രത്യേക സ്ട്രോങ് ആയിട്ടുള്ള നിബന്ധന ഉണ്ടായതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കേക്ക് മുറിയും ബാക്കി കലാപരിപാടികളൊക്കെ. മക്കൾസ് എല്ലാവരും ഇവിടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഷമോക്ക് ഓളെ സൗന്ദര്യത്തിൽ കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ടാണ്. ഇങ്ങനെ സുന്ദരി ആയതുകൊണ്ടല്ലേ എപ്പോഴും ഞാൻ എന്നെങ്ങനെ മെയിൻ ആക്കുന്നത് ഷമോളെ. ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ലെബിൻ്റെ കേക്കുമായിട്ടുള്ള മാസ് എൻട്രി. സംഗതി മാസ് സെൻട്രിക്കുള്ള മുതലുണ്ടായിരുന്നു. കേക്കിൻ്റെ ഡിസൈൻ വേറെ ലെവലായിരുന്നു. അത് കസ്റ്റമൈസ് ചെയ്താണ്. 37 സ്വന്തം സങ്കല്പത്തിലുള്ള ഡിസൈനാണ്. അത് അവർ അതുപോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു വർക്കിൽ. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഈ പിരമിഡ് പൊന്നുവിൻ്റെ വക ജാദു സൂമിക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഗിഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഗിഫ്റ്റുകളുണ്ടായിരുന്നു. എല്ലാതും 2 വെച്ചിട്ട് ഓരമ്മ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സൈക്കിളും അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റുകളുണ്ടായിരുന്നു. മക്കളെല്ലാം ഭയങ്കര ആഘോഷത്തിലാണ്. അവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരു കല്യാണത്തിൻ്റെ ഒരു മേളം പോലെയാണ് എല്ലാവരും അത് ആഘോഷിക്കുക. ചെറിയ പരിപാടിയാണെങ്കിലും നമ്മളതങ്ങോട്ട് സെറ്റാക്കും.
ഇനി അടുത്ത് നടക്കാൻ പോണ കലാപരിപാടി കേക്ക് മുറിക്കലിൻ്റെ മുൻപായിട്ടുള്ള ഫോട്ടോ എടുക്കൽ സെക്ഷനാണ്. മക്കളല്ലേ, അവരെ ഫോട്ടോ എടുക്കാനുള്ള പാടെന്താണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ ഒപ്പിച്ചു. ഇനി അടുത്ത പരിപാടി അമ്മോൻ്റെ വക നോട്ടുമാലയാണ് കേട്ടോ. ഇതാണ് ഒരിക്കലും ആകെപ്പാടുള്ളൊരു അമ്മോനാണ്, ഞങ്ങളെല്ലാവരും കണ്ണിലുണ്ണിയായ മോനൂസ്. നസുദീദി പിന്നെ ഉത്തരവാദിത്തമൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പരിപാടി വേറെ ലെവലിൽ നിന്ന് അടിപൊളിയെന്ന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവർക്കും. മക്കളെ മുഖത്തെ സന്തോഷം കണ്ടോ, ഓലെ പെയിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മറന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സന്തോഷത്തിൽ ഓലൊക്കെ പങ്കുചേർന്നു. സാധുവിൻ്റെ ഒക്കെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ്. ഈ പ്രോഗ്രാമിൽ ഞാനൊക്കെ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ വിമർശിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യമെന്ന്. ഇത് ആർഭാടം കാണിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു ആചാരം ഉണ്ടാക്കാനോ ഒന്നുമല്ല. ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ എല്ലാവരും എന്തായാലും വരും. അപ്പോൾ ഇതൊരു കേക്ക് മുറിച്ച് ആഘോഷിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇതിപ്പോൾ എന്തിനാണ് ഞാനിവിടെ പറഞ്ഞതെന്ന് എനിക്ക് പോലും അറിയില്ല, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി കിടക്കട്ടെ എന്ന്. സത്യം പറഞ്ഞാൽ തിരക്കിനിടയിൽ ഗിഫ്റ്റുകളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിരുന്നു ഞാൻ. അങ്ങനെ ഫൈനലി ഞങ്ങളെ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചു. ടാറ്റ ബൈ ബൈ. സോറി കേട്ടോ, വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ കുറച്ചധികം സമയം വൈകിപ്പോയി എന്ന് എനിക്കറിയാം. ഇനിയുള്ള എല്ലാ പ്രോഗ്രാമുകളും ഓൺ ടൈമിൽ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ.